ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് മലമ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ ഞങ്ങളെത്തി, ഒരു 6:30-7 മണി അടുപ്പിച്ച് ഞങ്ങളെത്തി. അപ്പോൾ അവിടെ നിന്ന് സ്കൂട്ടറിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ആൾ തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റി നടന്ന് ദേ ഇവിടെ ഒരു വലിയ ഫിഷിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. വളരെ മനോഹരമാണ് ഈ ഒരു പ്രദേശം കാണുവാൻ തന്നെ. അപ്പം ഇവിടുത്തെ ഓഫീസും ഇതെല്ലാം ഇവിടെ ഇങ്ങനെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ കച്ചവടക്കാരെല്ലാം കടകളൊക്കെ ഓപ്പൺ ചെയ്യും. കാരണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ കച്ചവടക്കാരെല്ലാം വരെയും കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനും ഡ്രിങ്ക്സൊക്കെ കുടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ എത്തി, ഇവിടെ ഇതിൻ്റെ ഒരു എൻട്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്ത് വന്നുകൊണ്ട് നല്ല ടയേർഡുമാണ്. അപ്പോൾ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം നോക്കി നടക്കുകയാണ്. ഇപ്പോൾ ഇത്രയും രാവിലെ വന്നതുകൊണ്ട് വെയിലധികം ചൂടൊന്നുമില്ല. അപ്പം നല്ല ക്ലൈമറ്റായിട്ടാണ് തോന്നുന്നത്. നമുക്ക് എല്ലായിടത്തും ചുറ്റി നടക്കാനും യാത്ര ചെയ്യാനും സഞ്ചരിക്കാനൊക്കെ നല്ലൊരു കൂളിംഗായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇതൊരു പാർക്കാണ്. അപ്പോൾ പാർക്കിൻ്റെ അവിടെയൊക്കെ സൈഡിലൊക്കെ വണ്ടികളൊക്കെ ഒത്തിരി നിർത്തിയിടാനൊക്കെ ഉള്ള എല്ലാ സൗകര്യമുണ്ട്. കൂടുതലും ഇവിടുത്തെ സ്ഥലത്തെ ആ ഒരു മനോഹരമാക്കുന്നത് ഇവിടെ ഒരു സഫാരി പാർക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രി ആയിട്ട് വരുന്നത്. ഈ മലമ്പുഴ ഡാമിൻ്റെ അകത്തേക്കുള്ളൊരു എൻട്രി ആയിട്ട് വരുന്നത്. അപ്പോൾ വളരെ ഒരു നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റും. അതിരാവിലെ ഒരു വെയിലൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊരു മ്യൂസിയമാണ്. ഇവിടെയൊക്കെ ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിനകത്ത് കയറിയില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് പുറത്തൊക്കെ ഈ പ്രദേശമൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. മലമ്പുഴ ഡാം. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഒരു നേച്ചറായിട്ട് തോന്നുന്നുണ്ട്. ചുറ്റിനും മരങ്ങളും ചെടികളും അതിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഈ റോഡിൽ കൂടെയൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇത് മലമ്പുഴ ഡാമിൻ്റെ ഭാഗമാണ്. ഇതൊരു കനാലാണ്. അപ്പോൾ അതിനോട് ചേർന്ന് ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു റോഡ് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ കനാൽ കാണാൻ കഴിയും. ഇവിടെ ചുറ്റും വീടുകളൊന്നും കാണുന്നില്ല, പക്ഷെ ഭയങ്കര ഒത്തിരി പച്ചപ്പൊക്കെ ഉള്ളത് നല്ല ഭംഗിയാണ് ഇതുവഴി പോകാൻ തന്നെ.
ഇതും ഒരു കനാലാണ്. അപ്പോൾ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു റോഡ് പാതയാണ്. ഇവിടെയൊക്കെ വിജനമായ ഏരിയ പോലെ കിടക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരാളെയും ഇവിടെ ഈ പ്രദേശത്ത് കാണാനില്ല. ഈ ഭാഗത്തൊന്നും ഒരാളെയും കാണാനില്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇവിടെ ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഡാമിൻ്റെ ഏരിയയൊക്കെ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക, ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ ശ്രമിക്കുക. റോഡ് പക്ഷെ കുറച്ച് മോശമാണ്. കാറിലൊക്കെ വന്നാൽ അത്ര പ്രശ്നം കാണില്ല. പക്ഷെ ഞങ്ങൾ സ്കൂട്ടറിൽ വന്നതുകൊണ്ട് കട്ടറിൽ കൂടെയൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മുടെ ഡാമിനകത്തുള്ള പാർക്കാണ്. ഇവിടെ നിറച്ചും പല വർണ്ണങ്ങൾ നിറഞ്ഞ പൂക്കളും ചെടികളും ഒക്കെ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമുക്കറിയാം പൂന്തോട്ടത്തിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്ത് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതേ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഒത്തിരി ചെടികളും പൂക്കളും ഒക്കെ ഉള്ളൊരു നല്ല ഒരു ഭംഗിയുള്ള ഒരു പാർക്കാണ്. അവിടെ ആയിട്ടാണ് ഡാം കാണപ്പെടുന്നത്. കേബിൾ കാർ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കേബിൾ കാർ കാണാൻ കഴിയുന്നുണ്ട്. അതിലൊത്തിരി പേര് പോകുന്നുണ്ട്. വെയിലായതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്, ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഒത്തിരി സ്കൂൾ വണ്ടിയൊക്കെയും ഒത്തിരി ആൾക്കാരൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇവിടെ വളരെ മനോഹരമായൊരു പ്രദേശമായതുകൊണ്ട് ഒത്തിരി ജോലിക്കാരൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. ഒത്തിരി ചേച്ചിമാരൊക്കെയാണ് കൂടുതലായിട്ടും ആ ഗാർഡനിൽ പുതിയ ഫ്ലവർ ഷോ എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി പുതിയ പുതിയ പൂക്കളും ചെടികളൊക്കെ കൊണ്ട് ഒത്തിരി ഇറക്കുന്നുണ്ട്. വളരെ നല്ല ഒരു പ്രകൃതി. ഇവിടെയൊക്കെ ചെമ്പരത്തിയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ അവർ ആ വേർതിരിച്ച് നട്ടിരിക്കുന്നതും അവിടുത്തെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തന്നെ ഒത്തിരി ഭംഗിയാണ്. ഇവിടുന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോണ് കുറച്ച് കംപ്ലൈൻ്റ് ആയ സിറ്റുവേഷനിൽ കുറേ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. എന്നാലും തീർച്ചയായും മലമ്പുഴയെ പറ്റി പറയുമ്പോൾ ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്കെല്ലാവർക്കും സ്പെൻഡ് ചെയ്യാനും ആസ്വദിക്കാനൊക്കെ പറ്റിയ പാർക്കുകളും അതുപോലെ തന്നെ നല്ല നേച്ചറാണ്. നല്ല ചൂടധികമില്ലാത്തൊരു ക്ലൈമറ്റും കൂടെ ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അപ്പോൾ നല്ലൊരു വെയിലത്ത് നിന്നാലും നമുക്കത്ര പ്രശ്നം തോന്നുന്നില്ല. കാരണം നല്ല കാറ്റുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി ചെടികൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ അവർ ഒത്തിരി അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മന്ത് 2 months ഫ്ലവർ ഷോയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി ജോലിക്കാരെയൊക്കെ കാണാൻ കഴിഞ്ഞു. ഒത്തിരി ലേഡീസൊക്കെയാണ് കൂടുതലും അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് അപ്പോൾ ഇങ്ങോട്ട് നടന്ന് ഈ പാർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഇതാണ്. ഒത്തിരി അതിൻ്റെ മുകൾ ഭാഗത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം അവിടെയൊക്കെ കുറച്ച് ദൂരം നടക്കണം. ഓൾറെഡി ടയേർഡായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ദൂരം നടക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവിടെയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇത് കേബിൾ കാറിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു റോഡാണ്. ആ ഡാമിൻ്റെ സൈഡിലൂടെയുള്ള റോഡ്. അപ്പോൾ ഈ റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കനാലും കാണാൻ കഴിയും. അതുപോലെ തന്നെ കേബിൾ കാർ അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നതുകൊണ്ട് അതും കാണാൻ കഴിയും. അങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റ്സിലാണ് ഇവിടെ ഇങ്ങനെ ഈ സ്ഥലത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ കേബിൾ കാറിൽ കയറുമ്പോൾ തന്നെ ആ ഒരു പ്രദേശത്തെ ഈ ഭംഗി നമുക്ക് ആസ്വദിക്കാനും കഴിയും. ഈ കേബിൾ കാറിൽ ഞങ്ങൾ കയറി. അപ്പോൾ ഈ ഏരിയയിലെ എല്ലാ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫുള്ള് ചുറ്റിനും പച്ചപ്പും. അത് ഓരോ പിക്ചറിൽ ഓരോ മോഡലിൽ അവർ കട്ട് ചെയ്ത് ചെടികൾ നട്ട് വെച്ചിട്ടുണ്ട്. ഓരോരോ ഷേപ്പിൽ കപ്പലിൻ്റെയും മീനിൻ്റെയും അങ്ങനെ ഓരോരോ ഷേപ്പിൽ അവർ ആ ചെടികൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. തീർച്ചയായും മലമ്പുഴ ഡാം നിങ്ങൾ സന്ദർശിക്കണം. വളരെ മനോഹരമായൊരു പ്രകൃതിയാണ്, നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.